ഞാൻ അനാർക്കലി മരിക്കാർ ആനന്ദത്തിലെ ദർശന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ദർശനയെക്കുറിച്ച് പറയുവാണെങ്കിൽ ദർശന വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അധികം ആരോടും സംസാരിക്കാതെ ക്ലാസ്സിലൊരു മൂലയ്ക്ക് പോയി ആരോടും മിണ്ടാതിരിക്കുന്നൊരു കുട്ടിയാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടം വരയ്ക്കാനാണ്. അവൾ കണ്ടിട്ടുള്ള കാര്യങ്ങളും അവളെ ഫാസിനേറ്റ് ചെയ്ത കാര്യങ്ങളും ഒക്കെ അവൾ വരയിലൂടെയാണ് ആൾക്കാരെ കാണിക്കുന്നത്. സോ ബേസിക്കലി അതാണ് അവളുടെ ക്യാരക്ടർ. അധികം ആർക്കും അവളെ മനസ്സിലാവത്തില്ല, പക്ഷെ അവൾക്ക് നല്ലപോലെ നിരീക്ഷിക്കാനുള്ള കഴിവുണ്ട്. എൻ്റെ ചേച്ചി ഇതിലെ സിനിമാറ്റോഗ്രാഫറായ ആനന്ദ് സി ചന്ദ്രൻ്റെ ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ ചേട്ടൻ എൻ്റെ ചേച്ചിയോട് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ട് എന്ന് പറയുകയും ചേച്ചി ആൻ്റേട്ടൻ പറഞ്ഞെന്നാൽ കുറച്ച് ഫോട്ടോസ് അയച്ചിതാ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചേച്ചി കുറച്ച് ഫോട്ടോ അയച്ചു കൊടുത്ത് ആൻ്റേട്ടനെ അത് കാണിച്ച് ഗണേശേട്ടന് എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ദർശന എന്നുള്ള പറഞ്ഞ ക്യാരക്ടറിന് സ്യൂട്ടാവുമെന്ന് തോന്നിയപ്പോൾ എന്നെ കാസ്റ്റ് ചെയ്യുകയായിരുന്നു. ഞാനായിരുന്നു 7 പേരിൽ ഏറ്റവും ആദ്യം കാസ്റ്റ് ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഒരു മൂവി സെറ്റിൽ നിൽക്കുന്ന പോലെ ഒന്നും ആക്ച്വലി ഞങ്ങൾക്ക് 7 പേർക്കും തോന്നിയിട്ടില്ല. കാരണം ഭയങ്കര ഇൻഫോർമലായിട്ട് ഞങ്ങൾ മൊത്തത്തിലൊരു ഒട്ടും ഹൈറാർക്കി ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ഒരു സെറ്റായിരുന്നു. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറയുക, ഒട്ടും ടെൻഷൻ, അവർക്ക് കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഗണേശേട്ടൻ്റെ ഒരു ക്വാളിറ്റി തന്നെ അതാണ്. എത്ര ടെൻഷൻ വന്നാലും ഞങ്ങളൊന്നും അതൊന്നും അറിയിച്ചിട്ടില്ല. ഞങ്ങൾ ആ മാക്സിമം എൻജോയ് ചെയ്തിട്ടുള്ളൂ. അപ്പം വിനീതേട്ടൻ പ്രൊഡ്യൂസറാണ്, കുറച്ച് സീരിയസ്നെസ് ഒക്കെ വേണമെന്ന് ആദ്യമൊക്കെ തോന്നിയിരുന്നെങ്കിലും പിന്നെ അതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം ഭയങ്കര ജോളിയായിരുന്നു. വിനീതേട്ടനാണെങ്കിലും ഭയങ്കര പോസിറ്റീവ് വൈബുള്ളൊരു മനുഷ്യനായിരുന്നു. ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു മനുഷ്യനാണ്. നല്ല സന്തോഷമുണ്ട് ഇങ്ങനൊരു സെറ്റിൽ വർക്ക് ചെയ്യാൻ. ഇല്ല, ദർശനയുടെ അത്രയും മിണ്ടാതിരിക്കുന്നൊരു കുട്ടിയല്ല ഞാൻ. എന്നാലും കുറച്ച് സൈലൻ്റാണ് ഞാൻ. ജെല്ലായി കഴിഞ്ഞാലേ എല്ലാവരോടും സംസാരിച്ച് തുടങ്ങത്തുള്ളൂ. അല്ലാതെ ഇപ്പം എൻ്റെ സിനിമയിലെ ക്യാരക്ടർ ദിയനെ പോലെ അല്ല. എനിക്കൊന്നു അവളുടെ ഒരു ഓപ്പോസിറ്റ് ആയിരിക്കും ഞാൻ പെട്ടെന്ന് കാണുന്ന ആൾക്കാരോടൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. പതുക്കെ അങ്ങനെ സംസാരിച്ച് തുടങ്ങും. കുറച്ച് ഫ്രണ്ട്ലി ആയി കഴിഞ്ഞ് സംസാരിച്ച് തുടങ്ങും. അല്ലാതെ എനിക്കൊന്ന് കുറച്ചൊക്കെ ദർശനയെ പോലെ തന്നെ. പിന്നെ വരയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ വരയ്ക്കും. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, വരയ്ക്കാൻ പഠിച്ചിട്ടുമുണ്ട്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വരയ്ക്കുകയും ചെയ്യും. എന്നാലും ദർശനയുടെ അത്രയും വരയ്ക്കത്തൊന്നുമില്ല. റിലീസിന് ശേഷം നല്ല ഫീഡ്ബാക്ക്. കാരണം ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. അത് തന്നെ വലിയൊരു കാര്യമാണ്. റെക്കഗ്നൈസ് ചെയ്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ റോളാണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന് പറയുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് നടക്കുമെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അഭിനയം എന്നുള്ളത് സിനിമയിൽ അഭിനയിക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്ത, എല്ലാവരെയും പോലെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും സിനിമ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന വ്യക്തിയൊന്നുമല്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക, പെട്ടെന്ന് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങുക, അതൊക്കെ വലിയ കാര്യമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഷോ പോയി കാണുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷനപ്പുറം ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ആൾക്കാർ നമ്മളെ എങ്ങനെ സ്വീകരിക്കും, നമ്മളെ പുതുമുഖങ്ങളായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് ആൾക്കാരിൽ എത്തുക എന്നുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആൾക്കാർ നല്ല രീതിയിൽ എടുക്കുകയും ഞങ്ങളെ ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ മാറിവാനിസിലാണ് പഠിക്കുന്നത്, മാസ് കമ്മ്യൂണിക്കേഷൻ സെക്കൻഡ് ഇയർ. ഞാനിത് എടുക്കാൻ കാരണം എനിക്ക് സിനിമാറ്റോഗ്രഫി ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഭാവിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇനി നല്ല ഓഫേഴ്സ് വരികയാണെങ്കിൽ ചെയ്യും. അല്ലാതെ തൽക്കാലത്തേക്ക് ആക്ടിങ് ഒരു കരിയറായിട്ട് എടുക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഫിലിം ചെയ്തു, ഇനി അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും ആക്ച്വലി എനിക്കൊരു ഐഡിയ ഇല്ല. ഇനിയിപ്പം പഠിത്തം നവംബർ 3 എക്സാമാണ്. പഠിച്ചൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ വരുന്ന പോലെ. എൻ്റെ അച്ഛനൊരു ഫോട്ടോഗ്രാഫറാണ്. അച്ഛൻ്റെ പേര് നിയാസ് മരിക്കാർ. അച്ഛനൊരു ഫേമസ് ഫോട്ടോഗ്രാഫറാണ് എറണാകുളത്ത്. അമ്മ ലാലി PM, ഹൗസ് വൈഫാണ്. ഷീ ഈസ് ഓൾസോ എ സോഷ്യൽ ആക്ടിവിസ്റ്റ്. എൻ്റെ ചേച്ചി ഹർ നെയിം ഈസ് ലക്ഷ്മി മരിക്കാർ.
പുള്ളിക്കാരി ഇപ്പം JNUവിൽ MPhil കഴിഞ്ഞു. MPhil കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോലിയൊക്കെ അന്വേഷിക്കുക. എൻ്റെ ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ചേച്ചി മമ്മൂട്ടിയുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ഞായിരുന്നു അപ്പോൾ നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ബേബി നീലു എന്ന് അന്ന് വിളിച്ചോണ്ടിരുന്നത്. നമ്മുടെ നെയിം ഇസ് ലക്ഷ്മി. ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് നിങ്ങളെല്ലാവരും സിനിമ പോയി കാണണം. വളരെ നല്ലൊരു സിനിമയാണ്. പക്ഷെ നിങ്ങൾ ഏത് സിനിമ എടുത്ത് നോക്കിയാലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കുട്ടികളുടെ കഥയാണെങ്കിലും കുട്ടികളൊക്കെ ഒരു ജീവിതത്തിൽ നടക്കുന്ന വലിയ വലിയ സന്ദർഭങ്ങളും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവിയാണ്. നിങ്ങളെല്ലാം ചെറിയ ഒരു പിള്ളേരുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതെങ്ങനെ അവർ സോൾവ് ആക്കുന്നു, വളരെ നിസ്സാരമായിട്ട് സോൾവ് ആക്കുകയും നിസ്സാരമായിട്ട് ആ പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്ന ഒരു ചെറിയൊരു സിനിമ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഫാമിലി ഓഡിയൻസ് ഇപ്പോൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതല്ല ഒരു 50 വയസ്സിന് മേലുള്ള ആൾക്കാർ വരെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താണെങ്കിലും എല്ലാ തരം ആൾക്കാരും എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ പോയി കാണണം.